പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംവരണ വിരുദ്ധ സംഘടനയായ യൂത്ത് ഫോർ ഇക്വാലിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത്? പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കിയ സാമ്പത്തിക സംവരണത്തിനുള്ള ബില്ല് അത് നിയമമാകാനിരിക്കെയാണ് സുപ്രീം കോടതിയിൽ അതിനെതിരായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. സംവരണത്തിനെതിരെ തുടക്കം മുതൽ തന്നെ വിവിധ പ്രക്ഷോഭങ്ങൾക്കും മറ്റും നേതൃത്വം നൽകിയിരുന്ന സംഘടനയാണ് യൂത്ത് ഫോർ ഇക്വാലിറ്റി. അവരിപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഈ ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയിൽ സംവരണത്തിനുള്ള വ്യവസ്ഥകളെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സംവരണം എന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സാമ്പത്തികമായ പരിഗണന വെച്ചുകൊണ്ട് നൽകാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയുടെയും ഭരണഘടനയും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് ഈ ഒരു ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും റദ്ദാക്കി കളയണമെന്ന ആവശ്യമാണ് ഈ ബില്ലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്ദിരാ സാവ്നി കേസിൽ കൃത്യമായി ഏത് തരത്തിലായിരിക്കണം സംവരണം, അതിന്റെ പരിധി എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പരിധി ലംഘിച്ചു എന്നതും ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഉന്നത ജാതിക്കാർക്ക് മാത്രമായിരിക്കും അതിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ബില്ലിലൂടെ സംവരണം ഏർപ്പെടുത്തുന്നുള്ളൂ. ഈ വ്യവസ്ഥകൾ OBC SC/ST സംവരണത്തിനെ മറികടക്കാമെന്ന ഒരു ആശങ്ക കൂടി ഹർജിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്തയാഴ്ച തന്നെ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയേക്കാം. സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു. യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.